ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കേട്ടോ നേരത്തെ തന്നെ പണികളൊക്കെ അങ്ങോട്ട് ഒരുക്കി മാറ്റി നിൽക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മളെ ചങ്കുകളൊത്ത് ഒരു കറക്കം, വെറുതെ ചുമ്മാ ഒരു രസം. എന്നും ഉണ്ടല്ലോ നമ്മൾ ഈ അടുക്കള ജോലിയും ചെയ്ത് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണല്ലേ, വൈകുന്നേരം വരെ ആക്കണ്ടേ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പ്ലാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ ഒരു അടിപൊളി സദ്യയുടെ ഹോട്ടൽ പുതുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് അതിന് പോകാനൊരു അവസരം കിട്ടിയത്. പിന്നെ ഇപ്പോൾ പോകാനെന്ന് വെച്ചാൽ ഒരാൾ വീട്ടിൽ ചോദിച്ച് സമ്മതം വാങ്ങുമ്പോൾ മറ്റേ വേറൊരാൾക്ക് സമ്മതം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ ഒഴിവ് പറയും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞാൽ അപ്പം നാളെ പോകാമെന്ന് പറയും. അപ്പോൾ നാളെ അങ്ങോട്ട് സെറ്റാകുമ്പോഴത്തേനും വേറെ ആരെങ്കിലും ഒഴിയും. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോവും വേണം. ഒരാളില്ലെങ്കിൽ, കൂട്ടത്തിൽ ഒരാളില്ലെങ്കിൽ അതൊരു രസമില്ലാത്ത പരിപാടിയാവും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒഴിവിനും അനുസരിച്ചൊരു ദിവസം ഇന്നാണ് കിട്ടിയത്. മക്കളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് രാവിലത്തെ ജോലികളൊക്കെ കഴിച്ച് കുളിച്ച് മാറ്റി എങ്ങോട്ടേലും പോകുകയെന്ന് വെച്ചാൽ നമ്മൾ പണികളൊക്കെ 2-3 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് തീരും കേട്ടോ. അത് പക്ഷേ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമുക്ക് പണികൾ തീരാത്ത പണിയാവും അല്ലേ, വൈകുന്നേരം വരെ പണികളാവും. അപ്പോൾ അതാണ് എങ്ങോട്ടേലൊക്കെ സ്ത്രീകൾ പോകണമെന്ന് കരുതിയാൽ വേഗം പണികളൊക്കെ ഒരുക്കി റെഡിയാവും കേട്ടോ. അപ്പോൾ എൻ്റെ പണികൾ ഒരു 9 മണി ആകുമ്പോഴത്തേനും എല്ലാം കഴിഞ്ഞിരിക്കണം കേട്ടോ, കുളിയടക്കം കഴിഞ്ഞ്. അപ്പോൾ പിന്നെ മോൻ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനൊരു കോഫി ഉണ്ടാക്കി കാട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതാണ് അവസ്ഥ. മാറ്റി നിന്നിട്ടും കൂടി നമുക്ക് പോവാൻ ഒരുങ്ങി നിന്ന ആളാണ്. അപ്പോഴാണ് മോൻ നീച്ചിട്ട് കോഫി ഉണ്ടാക്കിയെന്നത്. അങ്ങനെ മോന് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാനിതാ പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളാൾ. അങ്ങനെ ഞാൻ ടൗണിലേക്ക് വിളിച്ച് ഒരു ഓട്ടോറിക്ഷ വരാൻ പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ വിളിച്ച് ഞാൻ ഒരു ഓട്ടോറിക്ഷ എത്തിച്ചിട്ടോ ഞാൻ നടക്കി. അങ്ങനെ അവളെടുക്കാനായിട്ട് ഇതാ ഞാനിവിടെ വന്നു. പിന്നെ ഒരു 2 ഓട്ടോറിക്ഷയിലായിട്ടാണ് ഞങ്ങൾ പോയത്. മറ്റേ ഓട്ടോറിക്ഷയിൽ 3-4 ആളുണ്ട്. ഞങ്ങൾ 3 പേരൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോണത് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ പോണത് പെരിന്തൽമണ്ണ നെസ്റ്റോയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നെസ്റ്റോ വന്നിട്ട് കുറച്ചായിട്ടുള്ള 1 മാസം ആവണുള്ളൂ കേട്ടോ. 1 മാസം 2 മാസമൊക്കെ ആവണുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവരൊക്കെ സെറ്റ് ചെയ്യണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ എസ്കലേറ്റർ കയറാൻ ചെറിയൊരു പേടിയുള്ള ഒരാളാണ് കേട്ടോ. ഞാനും എൻ്റെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മളെ കമ്പനിക്കാരുള്ളത് കൊണ്ട് കയ്യിലൊക്കെ പിടിച്ച് വരച്ച് ഞങ്ങളതിൽ കയറ്റി കൊടുന്നിട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. കൂട്ടത്തിൽ സെൽഫി എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും ഒക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ മിക്സികളിങ്ങനെ നോക്കുക കേട്ടോ. പാത്രങ്ങൾ മിക്സികളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് കണ്ടു വെക്കണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് വീടിരിക്കലിന് സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോന്ന് കണ്ടു വെക്കുകയാണ് കേട്ടോ. ഏതൊക്കെ കമ്പനികൾ, ഏതൊക്കെ ഐറ്റം, അങ്ങനെയൊക്കെ. പിന്നെ ഇതാ ഞങ്ങൾ ചുരിദാർ ഐറ്റം നോക്കിയിട്ടോ. ചുരിദാറുകളിലൊക്കെ നല്ല റേറ്റാണ്. 2000-3000 കുറഞ്ഞ ചുരിദാറുകളില്ല കേട്ടോ അവിടെ. അങ്ങനെ അതും നോക്കി. അധികം ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അവർ ചെറിയ കുട്ടികൾക്ക് ട്രൗസറുകൾ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ അധികം വാങ്ങിയിട്ടുള്ളൂ. പിന്നെ വലുതായിട്ടൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. സത്യത്തിൽ ഞങ്ങൾ നെസ്റ്റോക്ക് വരണം എന്നുള്ള ഉദ്ദേശത്തിലല്ല വന്നത്. നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഇട്ടത്. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു സമയം ഉച്ചയാവണ്ടേ. അപ്പോൾ ആ സമയം വരെ ഇവിടെ ഇങ്ങനെ ഈ നെസ്റ്റോൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാട്ടോ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ നല്ല അടിപൊളി കുഞ്ഞുടുപ്പുകൾ കേട്ടോ. പെൺകുട്ടികളുള്ളവർക്കൊക്കെ നല്ല രസമാണ് ഇങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് കൊടുക്കുക. നമുക്ക് ഫുൾ ആൺകുട്ടികളാവുകൊണ്ടേ ഉടുപ്പുകൾ കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നുക കേട്ടോ. ചെറിയ കുഞ്ഞി പെൺകുട്ടികളെ നല്ല നല്ല ഡ്രസ്സുകൾ കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ എസ്കലേറ്റർ കയറിയ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. പേടിയുള്ള ആളാണ്, പക്ഷേ അത് കയറി കഴിഞ്ഞപ്പോൾ വലിയ പേടിയൊന്നും തോന്നിയില്ല. പിന്നെ ഇതാ കുറച്ച് ആൾക്കാർ ഫ്രൂട്ട്സ് വാങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഫ്രൂട്ട്സുകളൊന്നും അധികം ആരും വാങ്ങിയിട്ടില്ല. ഒരാൾ വെച്ച് വാങ്ങിയിട്ടോ, കൂട്ടത്തിലൊരാൾ വാങ്ങി. അപ്പോൾ പിന്നെ ഇതാ ഇവിടെ എത്തിയപ്പോൾ ഞാനിങ്ങനെ പാത്രങ്ങൾ നോക്കിയിട്ടും ഓരോന്ന് ഞാനിങ്ങനെ ഓരോ മോഡൽ കണ്ടു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീടിരിക്കലിനൊക്കെ പോകുമ്പോൾ വാങ്ങണമെങ്കിൽ തിരയുണ്ടല്ലോ, നമുക്ക് ഇന്ന മോഡൽ ഇന്നത് ഉണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് കൂകണുണ്ട്, ഇവിടെ വാ അതാ ചക്കക്കുരു എന്ന് പറയും. ചക്കക്കുരു എവിടെയെന്ന് വെച്ചിട്ട് ഞാൻ ഓടി വന്നപ്പോണ്ട് ഒരു ഭരണി ഫുള്ള് ചക്കക്കുരു വൃത്തിയാക്കി വെച്ചിരിക്കണം കേട്ടോ. നന്നാക്കി തോലൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കണം.
അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇതാട്ടോ ഇറങ്ങി. ഒരു 12:30 ആയപ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ, നെസ്റ്റോൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയത്. ഇനിയാണ് നമ്മുടെ സദ്യൻ്റെ സ്പോട്ടിലേക്ക് പോണത് കേട്ടോ. അപ്പോൾ ഇത് കോഴിക്കോട് റോഡിന് ഹോട്ടൽ മുഗൾ പാർക്ക് എന്ന് പറയും. അപ്പോൾ പഴയ ഹോട്ടലാട്ടോ, ആദ്യത്തെ പഴയൊരു ഹോട്ടലായിരുന്നു ഹോട്ടൽ മുഗൾ പാർക്ക്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇത് ഈ ഒരു സ്പോട്ട് കേട്ടോ. ഹോട്ടൽ പിഷാരടിയാണ് ആ പേരാണ് അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ അവിടെ ഉള്ളിൽ കയറി കൈയൊക്കെ കഴുകിയതാ ചേച്ചിമാർ നല്ല അടിപൊളി ഇലയൊക്കെ വെച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു തലക്കന്ന് അങ്ങനെ വിളമ്പൽ കൊടുത്തിട്ടോ. അപ്പോൾ വിളമ്പൽ ചോറ് എത്തിയപ്പോൾ തന്നെ ചിലവരെ കൂട്ടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പുളിയിഞ്ചിയും അച്ചാറൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും തരും കേട്ടോ, അങ്ങനെ ലിമിറ്റൊന്നുമില്ല. 200 രൂപയായിട്ടാണ് ഒരു സദ്യക്ക്. പക്ഷേ നല്ല അടിപൊളി ക്വാണ്ടിറ്റിയിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അങ്ങനെ പപ്പടം ആണെങ്കിലും ഒരു പപ്പടമൊന്നും അല്ല കേട്ടോ, ഞങ്ങളൊരു 2-3 പപ്പടമെങ്കിലും അവിടെ ഇരുന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടാവും. നല്ല ചേച്ചിമാരാണ് കേട്ടോ, വിളമ്പി തരുന്ന ചേച്ചിമാർ ആൾക്കാർ ഉഷാറാണ്. നമ്മളെ കൂടെ നിന്ന് തമാശ പറഞ്ഞിട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടും നല്ല ടേസ്റ്റാണ്. അവരിങ്ങനെ ചോദിക്കും നമ്മളോട്, എങ്ങനെയുണ്ട്, അതെങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട്. നമ്മളും സംശയങ്ങളൊക്കെ അങ്ങോട്ടും ചോദിക്കട്ടോ, ഇതെങ്ങനെ ചേച്ചി വെക്കുക, ഇതെന്താ കാട്ടൽ, അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ 2 വീതം പായസമായിട്ടുള്ളത്, ഒരു ഗോതമ്പ് പായസവും പിന്നെ ഒരു അടപ്പായസം, പിന്നെ രസം, തൈര്, മോര്, പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. ഒരു സദ്യക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും. പിന്നെ ലാസ്റ്റ് ഇതാ ഞങ്ങൾ പപ്പടവും പായസം കൂടി മത്സരമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കഴിക്കാൻ ചിലവർക്ക് ഇഷ്ടമുണ്ട്, ചിലവർക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ഇലയിൽ പായസവും പപ്പടവും പഴം കിട്ടിയില്ല കേട്ടോ ഞങ്ങൾക്ക്. അതാണ് ഒരു അത് മാത്രമാണ് മിസ്സായത്. അപ്പോൾ എല്ലാവരും ഇതാ ഗ്ലാസ്സിൽ കുടിക്കുന്നവരും ഉണ്ട്. ഞാനും ഇതാ കേട്ടോ, നമ്മളൊരു ഫ്രണ്ട് ഇവിടെ കമോൺ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഇതാ പായസം ഒഴിച്ചിട്ടും പപ്പടമൊക്കെ ഇട്ടിട്ട് കുഴച്ച് മാന്തി തിന്നാണ്. അതിലും വലിയ രസം ഇപ്പുറത്തേതാ ഒരാൾ പായസം കുടിക്കണത് എന്ത് കൂട്ടിയിട്ടാണ് നോക്കി ഇങ്ങോട്ട്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ഈ ഒരു കൊണ്ടാട്ട മുളകും പായസവും പപ്പടവും. ഞങ്ങളാണെങ്കിൽ ചിരിച്ചിട്ട് ആകെ ഇടങ്ങേറായി ഓളെ കാട്ടിലുണ്ടിട്ട്. നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു കൂടലും നടത്തും എല്ലാം കൂടി ഒരു രസമുള്ള ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഹോട്ടലിൽ നമ്മൾ കഴിച്ച എല്ലാ സാധനത്തിൻ്റെയും സംഭവങ്ങൾ ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്സിങ് ആണ് കേട്ടോ, എല്ലാ കറികളുടെയും ചമ്മന്തിപ്പൊടി, അച്ചാറും പുളിയിഞ്ചിയും, അങ്ങനെ ബീഫ് അച്ചാറായിട്ടും മീനച്ചാറും, അങ്ങനെ പല അച്ചാറിൻ്റെ മിക്സ്ഡുകൾ കേട്ടോ. പിന്നെ ഇഡ്ഡലി, ദോശ, പുട്ടുപൊടികൾ, അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം ഉണ്ട്. വറ്റൽ മുളക് കൊണ്ടാട്ടം, പിന്നെ കൈപ്പക്ക, വെണ്ട കൊണ്ടാട്ടങ്ങൾ, അങ്ങനത്തെ എല്ലാതും ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ അതും വേണമെങ്കിൽ വാങ്ങിപ്പോരാ കേട്ടോ. അപ്പോൾ ഞങ്ങളതൊന്നും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് പുറത്ത് ചാടി ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാട്ടോ പോണത്. അപ്പോൾ ഇന്നത്തെ കറക്കം വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ.